ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നെല്ലാവരും ഫ്രീ ആണ്. ഇന്നെല്ലാവരും ഫ്രീ ആയതുകൊണ്ട് അഴീക്കോട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോകാമെന്ന് ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് നേരെ അഴീക്കോടേക്ക് പോയി. കൊടുങ്ങല്ലൂരൊക്കെ വന്നിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായി. ലാസ്റ്റ് എൻ്റെ കസിനിക്കാക്കയുടെ കല്യാണത്തിനാണ് വന്നത്. ഇവിടെ വരാനുള്ള വേറൊരു റീസൺ മീനാണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്ത് തരും. പിന്നീട് ഒരു ഉച്ചയുറക്കത്തിന് ശേഷം കുറേ നേരം പിള്ളേരുടെ ഫുട്ബോൾ കളിയൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് ഇരുന്ന് ഫുട്ബോൾ മാച്ചൊക്കെ ഒരു വഴിയായപ്പോഴത്തേക്കും നേരെ ബീച്ചിലും ലൈറ്റ് ഹൗസിലും പോകാനുള്ള പ്ലാൻ ഞങ്ങൾ സെറ്റാക്കി. ലൈറ്റ് ഹൗസിൽ കയറണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നേരെ ലൈറ്റ് ഹൗസിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറി. അത്രയും നേരം കിതച്ച് ഇതിൻ്റെ മുകളിൽ ക്ഷീണിച്ച് കയറിയെങ്കിലും നല്ല കാറ്റടിച്ചപ്പോഴത്തേക്കും ആ ഒരു ക്ഷീണം പെട്ടെന്ന് പോയി. സൺഡേ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നല്ല തിരക്കുണ്ട്. പിന്നീട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് പോവാണിപ്പോൾ. ബീച്ചിൽ നല്ല രീതിക്ക് തിരക്ക് പ്രതീക്ഷിച്ചെങ്കിലും തിരക്ക് ഭയങ്കര കുറവായിരുന്നു. പണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിരുന്നു. പിന്നീട് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിച്ച് നേരെ ബീച്ചിൽ കുറേ നേരം ഞങ്ങൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്നും പറഞ്ഞാണ് വന്നത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെയും അങ്കിളുടെയും ആൻറ്റിയുടെയും അതുപോലെ തന്നെ ഉമ്മയുടെയും വാപ്പിയുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ഇവിടെ തന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. വെയിലൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ പോണ വഴിക്ക് മഴയും പെയ്ത്. പിന്നീട് എല്ലാവരും നല്ല ടയേർഡും അതുപോലെ തന്നെ വിശപ്പും ഉള്ളതുകൊണ്ട് നേരെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്നെ ഫോളോ ചെയ്താൽ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.